തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ഉടൻ നൽകുമെന്ന് കെ.ജി. എബ്രഹാമിന്റെ മക്കളായ സിബി എബ്രഹാമും ബെൻസൺ എബ്രഹാമും കുടുംബങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കും. എല്ലാ വർഷവും സുരക്ഷാ പരിശോധന നടത്തുന്ന കെട്ടിടമായിട്ട് കൂടി അപകടം സംഭവിച്ചു. അങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു. കമ്പനിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും ഉടമകൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കെ.ജി. എബ്രഹാമിൻ്റെ മക്കളാണ് ഇപ്പോൾ കൂടെയുള്ളത്. സാർ, എങ്ങനെയാണ് ഈ കുടുംബത്തിൻ്റെ കാര്യവും മറ്റും എല്ലാം? അത് നമ്മൾ അനൗൺസ് ചെയ്ത പോലെ 8 lakhs rupees we will be giving to the deceased families. പിന്നെ അത് കൂടാതെ അവരുടെ ഇൻഡെമിനിറ്റീസ്, അവരുടെ ഇൻ ദ സർവീസ്, അവരുടെ എല്ലാം perks, അവരുടെ എല്ലാം കിട്ടാനുള്ളത് they will get, plus insurance, and our support will be there throughout. And അത് കൂടാതെ injured onesന് 2 lakhs കൊടുക്കുന്നുണ്ട് for the families. And the medical bill will be taken care of. Our medical bill also will be taken care of for the complete rehabilitation back to work. And during this period, all support, moral as well as in spirit, we will be with them and their families. Early morning for 3:30, 4 o'clock, the smoke has a fire has happened in the ground floor. So this is the information that we got from the police report, because there's a proper police report being taken. Other Namala, we are supporting with the government and the police for forex people. Smoke, it has gone through the duct as well as the stairs. This is the main reason for the excess inhalation of carbon monoxide for majority of the deaths. Okay, so there was a short circuit in the ground floor, in the security room, and the police report will be coming out with this report. We will be full supporting with the government. കുടുംബങ്ങളുടെ ഒരു മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അത് പറഞ്ഞ പോലെ we will be giving full support. നമ്മുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ട്, മോറൽ സപ്പോർട്ട് എല്ലാം കൊടുക്കുന്നതാണ്. ഇത് നമ്മുടെ കമ്പനി കുവൈറ്റിലെ വൺ ഓഫ് ദ ലീഡിംഗ് കമ്പനീസ് ആണ് ഇൻ കൺസ്ട്രക്ഷൻ, EPC കോൺട്രാക്ടിങ്. പിന്നെ വി ആർ വെരി HSE എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അവർ ടോപ്പ് പ്രയോറിറ്റി. നമ്മൾ അതിന് ഒരു കോംപ്രമൈസും ഇല്ല. എല്ലാം വർഷവും നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യുന്നതാണ്, പ്രീ സമ്മർ സേഫ്റ്റി ഇൻസ്പെക്ഷൻ. അത് എന്നിട്ട് ദ റിപ്പോർട്ട് വിൽ ബി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. It will be taken up within a stipulated time. സാധാരണ ഇങ്ങനെ സേഫ്റ്റി പരിശോധനകളെല്ലാം നടത്തിയിട്ട് ഇങ്ങനെ ഒരു അപകടത്തെക്കുറിച്ച് അത് സംഭവിക്കാം because of any reasons, because of unforeseen reasons. അത് ഗോഡിൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്ലാന്. It's his will. നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. We have to believe that he will take us through this troubled times. എത്ര തൊഴിലാളികൾ ഇനി അവിടെ എങ്ങനെയാണ്, അവിടെയുള്ള തൊഴിലാളികളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് ഇതിന് ശേഷം? അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചിരുന്നു? അതെ, നമ്മൾ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനുള്ള ഡിസ്കഷനിൽ അവർക്ക് ഒരു ട്രോമയിൽ പോകുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും. സോ we will be giving, we have made the plans for counseling, coaching, mentoring. We have made the arrangements for that. അതിനുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു സർ. For the people who are completely come to senses, I mean, who are completely been okay, they have got the classes, and we have relocated the existing staff. സർ, കമ്പനിയുടെ ഭാഗത്ത് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല? അത് നമ്മൾ ചെയ്യാവുന്ന മാക്സിമം നമ്മൾ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ always there's room for improvement. We have to see what is there for improving. നമ്മൾ അതനുസരിച്ച് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. അത് എടുക്കും തീർച്ചയായിട്ടും.
എല്ലാവരും പറയുന്നത് പോലെ തന്നെ കൃത്യമായ പരിശോധനകളെല്ലാം കമ്പനിയുടെ ഭാഗത്തു നിന്ന് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനകളുടെ ഉണ്ടായിട്ട് പോലും ഇത് സംഭവിച്ചു എന്നുള്ളതാണ്. എന്തായാലും അവിടുത്തെ തൊഴിലാളികൾക്ക് കൃത്യമായി ഒരു കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇനി നൽകും എന്നുള്ളത് തന്നെയാണ് KG എബ്രഹാമിൻ്റെ രണ്ട് മക്കളും പറഞ്ഞു വയ്ക്കുന്നത്.